നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശശി തരൂർ ഇഴഞ്ഞാൽ തെക്കൻ കേരളത്തിൽ തിരിച്ചടിയാകുമെന്നാണ് KPCC വിലയിരുത്തുന്നത്. ഇന്നലെ നടന്ന ചർച്ചയിൽ മഞ്ഞുരുക്കമായിരുന്നു. പാർട്ടിയെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ നിരന്തരം ആവർത്തിച്ചിരുന്ന ശശി തരൂർ ഇനി വീണ്ടും വെട്ടിലാക്കുമോ? ശശി തരൂരിന്റെ ആവശ്യങ്ങൾ KPCC അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ന്യൂസ് ആംഗിൾ വിശദമായി പരിശോധിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. പറഞ്ഞ പോലെ ശശി തരൂർ ഇപ്പം ആദ്യമായിട്ടല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ പാർട്ടിയെ വെട്ടിലാക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുകയും ലേഖനങ്ങൾ എഴുതുകയും ഒക്കെയും ചെയ്യുന്ന ആളാണ് ശശി തരൂർ. ഈ ലക്ഷ്യ 2025 കഴിഞ്ഞതിനു ശേഷം ശശി തരൂർ തന്നെ മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞു, ഇതെല്ലാം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ്, ഞാൻ ഒരിക്കലും കോൺഗ്രസ് വിരുദ്ധനല്ല, ഞാൻ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നയാളാണ്, മരണം വരെ ഞാനൊരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ അതേ തരൂർ തന്നെയാണ് മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പരിഗണിച്ചില്ല എന്നതിൻ്റെ പേരിൽ പിണങ്ങി നിന്നതും പിന്നീട് നമ്മൾ അദ്ദേഹം CPM-ലേക്ക് പോവുകയാണ് തരത്തിൽ വാർത്തകളൊക്കെ കേട്ടു തുടങ്ങിയത്. ഇന്നലെ AICC-യുമായിട്ട് സംസാരിച്ചിരിക്കുന്നു, പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് പറയുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം ഈ സജ്ജമാകണം, പാർട്ടിയെ നയിക്കേണ്ടത് തന്നെ തരൂരാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതായിട്ടൊക്കെ പറയുന്നു. ആ വാർത്തകൾ വരുന്നു. പക്ഷേ തരൂർ ആയതുകൊണ്ടാണ് ഈ നിലവിലെ നിലപാടിൽ നിന്നും മാറില്ല എന്ന് KPCC-ക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമോ? പിന്നെ ഈ ശശി തരൂരിന്റെ വിഷയത്തിൽ എന്താണിപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും AICC-ക്ക് തരൂർ കൊടുത്ത ഉറപ്പ് തരൂരിൽ AICC-യും KPCC-യും പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തരൂർ പാർട്ടി വിട്ട് പോകില്ല എന്ന് തന്നെയാണ്. അത് നമുക്ക് പറയാൻ കഴിയുക, കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം മോദി സ്തുതി നടത്തുന്നുണ്ട്, ഇടത് സർക്കാരിന് അനുകൂലമായി ലേഖനം എഴുതുന്നുണ്ട്. അപ്പോൾ പോലും അദ്ദേഹം ഒരു പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ വാർത്തകൾ മൊത്തം ഇടം പിടിച്ചത്, മുഴുവൻ ഇടം പിടിച്ചത് തരൂരാണ്. അത് കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു, AICC അധ്യക്ഷൻ സംസാരിക്കുന്നു. അത്തരത്തിലൊരു പരിഗണനയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എല്ലാ കാലത്തും തരൂരിൻ്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. അദ്ദേഹം പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചത്, സംസ്ഥാനത്ത് വരുമ്പോൾ ഒരു പരിഗണന അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് KPCC നേതൃയോഗമൊക്കെ ചേരുമ്പോൾ അദ്ദേഹത്തിനെ കാര്യമായി പരിഗണിക്കുന്നില്ല. അതായത് നിലവിൽ ഈ CWC മീറ്റിംഗ് ചേരുമ്പോൾ അല്ലെങ്കിൽ അത്തരം അംഗങ്ങൾ വരുമ്പോൾ ഈ ക്ഷണിതാക്കൾക്ക് കിട്ടുന്ന പരിഗണന പോലും തനിക്ക് കിട്ടുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റിൽ കൃത്യമായി തനിക്ക് അവസരം ലഭിക്കുന്നില്ല. ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയ്ക്ക് സംസ്ഥാനത്തും കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ആ പരിഗണന കിട്ടുന്നില്ല എന്നുള്ള വലിയ പരാതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇന്നലെ അത് പരിഹരിക്കപ്പെട്ടു. പക്ഷേ എപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹം പാർട്ടി വിട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക, അത് മാത്രമാണ് തരൂർ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ തരൂർ ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. അതെന്തായാലും പരിഹരിക്കപ്പെട്ടു. നിലവിൽ എന്തായാലും ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് KPCC തന്നെയാണ്. തുടക്കത്തിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ വളരെ കാലമായി അദ്ദേഹം ഈ മോദി സ്തുതിയും അതോടൊപ്പം തന്നെ ഇടത് സർക്കാരിന് അനുകൂലമായി ലേഖനവും അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ ഇടത് സർക്കാരിന് അനുകൂലമായി സംസാരിക്കുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പാർട്ടിയിലെ ചില ആളുകളെങ്കിലും പറഞ്ഞത് തരൂർ പോകുന്നെങ്കിൽ പോകട്ടെ, BJP-യിലേക്ക് പോവുകയാണ് അദ്ദേഹം പോകട്ടെ എന്ന് ചില പ്രാദേശിക നേതാക്കളും താഴെത്തട്ടുള്ള നേതാക്കളും ഒക്കെ അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും അദ്ദേഹം ആ രീതിയിൽ പറഞ്ഞത് താൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഈ സമൂഹത്തെ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാളാണ്, അതിനുള്ള അഭിപ്രായമാണ് താൻ പറയുന്നതെന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. എന്തായാലും ഈ ഘട്ടത്തിൽ അദ്ദേഹം പാർട്ടി വിട്ടുപോയാൽ അത് ദോഷം ചെയ്യുക കോൺഗ്രസ് പാർട്ടി തന്നെയാണ്, UDF-നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടി വിട്ട് പോകാതെ KPCC തന്നെ നേതൃത്വത്തിൽ ഇടപെട്ട് ഒരു ചർച്ചയിലേക്ക് പോയതും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP പിടിച്ചു, അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് BJP-യുടെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ച് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസമാണ് BJP. ആ ഘട്ടത്തിൽ തരൂർ പാർട്ടി വിട്ടാൽ അത് BJP-ക്ക് അനുകൂലമായി, അല്ലെങ്കിൽ തെക്കൻ ജില്ലകൾ, നേരത്തെ ശത്രുഘ്നൻ പറഞ്ഞതുപോലെ തെക്കൻ ജില്ലകളിൽ വലിയ മുന്നേറ്റം BJP-ക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ തരൂരിനെ ഒപ്പം നിർത്താൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചതും ആ ചർച്ചകൾ മുന്നോട്ട് പോയതും. ശരി പിന്നല്ലേ, ശരി. അപ്പോൾ തരൂരിനെ ഒപ്പം ചേർക്കുകയാണ് പാർട്ടി. പറഞ്ഞ് ഈ തരൂരിന്റെ നീരസങ്ങളെല്ലാം പരിഹരിക്കുകയാണ് പാർട്ടി. തരൂരിന് കാല് മാറില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.